ഈ മാനിഫെസ്റ്റേഷൻ എന്നത് യൂണിവേഴ്സ് നമുക്ക് തരും എന്നതല്ല, മറിച്ച് നമ്മുടെ ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് കോർ പോയിന്റ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഇത്ര ദിവസം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് സംഭവിക്കും, അല്ലെങ്കിൽ 3 തവണ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ ഇങ്ങോട്ട് വിളിക്കും എന്നൊക്കെ പറയുന്നത് വെറും ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ ഒരു അബദ്ധധാരണ മാത്രമാണ്. ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർ കമന്റ് ബോക്സിൽ വന്നിട്ട് എനിക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ആയിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങളെ ഹാർഡ് വർക്കും അള്ളാഹുവിന്റെ സഹായവും മാത്രമാണ്, അല്ലാതെ മാനിഫെസ്റ്റേഷൻ മാജിക് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ തീരുമാനങ്ങളെയും ആക്ഷൻസിനെയും ഷേപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മൊബൈലോ കാറോ വാങ്ങാൻ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നോക്കുന്നിടത്തൊക്കെ ആ മൊബൈലും കാറും തന്നെ നമ്മൾ കാണാൻ തുടങ്ങും. ഓൾമോസ്റ്റ് ആളുകൾക്ക് അനുഭവം ഉണ്ടാവും. ഇത് മൊബൈലിന്റെയും കാറിന്റെയും എണ്ണം സഡൻലി കൂടിയത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ബ്രെയിനിന്റെ അറ്റൻഷൻ മെക്കാനിസം ആക്ടിവേറ്റ് ആയതാണ്. ഇതിന് സൈക്കോളജിയിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം RAS എന്ന് പറയും. പക്ഷേ അറ്റൻഷൻ മാത്രം പോരാ. ഇസ്ലാമിൽ ഇവിടെ 3 ഇന്റലക്ച്വൽ ലെയേഴ്സ് ഉണ്ട്. ഒന്ന് നിയത്ത്, ഇന്റൻഷൻ. ഇസ്ലാമിലെ നിയത്ത് എന്ന് പറയുന്ന വെറൊരു വാക്കല്ല, നമ്മുടെ ബ്രെയിനിനെ ലക്ഷ്യത്തിലേക്ക് ട്യൂൺ ചെയ്യുന്ന പ്രോസസ്സാണിത്. 1000 പ്രതിസന്ധികൾക്കിടയിലും നമ്മുടെ ഇന്റൻഷൻ ക്ലിയർ ആണെങ്കിൽ ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ നമ്മുടെ ബ്രെയിൻ കൃത്യമായിട്ട് ഫിൽട്ടർ ചെയ്ത് കാണിച്ചു തരും. രണ്ടാമത്തത് അമലാണ്, ആക്ഷൻ. ചിന്തകൾ മാത്രം പോരാ, ആ ചിന്തകൾക്കനുസരിച്ചുള്ള ന്യൂറൽ പാത്വേസ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങണം. നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോഴാണ് അള്ളാഹു നമുക്ക് വഴികൾ തുറന്നു തരിക. മൂന്നാമത്തത് തവക്കുലാണ്. ഇതാണ് മാനിഫെസ്റ്റേഷൻ ഗുരുക്കന്മാർക്കില്ലാത്ത മാസ്റ്റർ ലോജിക്. പ്രപഞ്ചം നമുക്ക് വേണ്ടി മാജിക് ചെയ്യും എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് പ്രപഞ്ചം ഉണ്ടാക്കിയവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നില്ല എന്ന് വരും. അപ്പോൾ തളർന്നു പോകാതെ ഇതിനേക്കാൾ നല്ലത് വരാനുണ്ട് എന്ന പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ പറഞ്ഞ തവക്കുലാണ്. തവക്കുൽ ഈസ് ദ അൾട്ടിമേറ്റ് സൈക്കോളജിക്കൽ സേഫ്റ്റി നെറ്റ്. ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് മാജിക് ഒന്നുമല്ല, അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മാറ്റം നമ്മളിൽ നിന്ന് തന്നെയാണ് ആദ്യം തുടങ്ങേണ്ടത്. ഇത് ഖുർആൻ വളരെ കൃത്യമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സൂറത്തുർ അതിൽ 11-ാമത്തെ ആയത്തിൽ തീർച്ചയായിട്ടും ഒരു ജനത സ്വയം മാറുന്നത് വരെ അവരുടെ അവസ്ഥയിൽ അള്ളാഹു ഒരു മാറ്റവും വരുത്തൂല. ഇന്നത്തെ മെയിൻ പ്രശ്നം നമ്മൾ വേണ്ട പോലെ മാറുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. നമ്മുടെ ബ്രെയിൻ അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു ടൂളാണ്. അത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുക, എന്നിട്ട് അള്ളാഹുവിലേക്ക് തവക്കുലാക്കുക. ദാറ്റ് ഈസ് ഹൗ യു ട്രൂലി മാനിഫെസ്റ്റ്. അല്ലാതെ കുറേ ഇങ്ങനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുത്തരും എന്നൊക്കെ പറയുന്നത് ഒരുതരം ഫ്രോഡ് ആർഗ്യുമെന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.